നമ്മൾ നസീർ സാറും ഞങ്ങളും ഒക്കെ കരയുമ്പോഴേ ഉറച്ച് കരയണം എന്നെങ്കിലും അവിടെ കേൾക്കുള്ളൂ. ആലോചിച്ച് നോക്ക്, നമ്മൾ വിങ്ങി വിങ്ങി എന്നാലും അമ്മ അയ്യോ എന്നൊക്കെ പറഞ്ഞിടത്ത് അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ സത്യം. കുഞ്ഞുങ്ങൾക്ക് ഒരു ബലം വന്നു എന്ന് കാണുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടൊരു ഒരു ധൈര്യം വരുമല്ലോ നമുക്ക്, അല്ലേ? അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഈ പറഞ്ഞതിൻ്റെ വേറൊന്നും കൊണ്ടല്ല. എന്നാലും നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു നഷ്ടമാണത്. കാരണം മക്കൾക്ക് അച്ഛനില്ലാതെ പോയി എന്ന് പറയുന്നത് വല്ലാത്തൊരു. ആ സോങ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെക്കാളും ഏറ്റവും ഓണായിട്ട് എനർജിയിൽ നിന്നത് മല്ലിക ചേച്ചിയാ. അവിടെ റെഡി ആണോ? ഓക്കെ റെഡി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഓണാൻ നിന്ന് സ്റ്റെപ്പൊക്കെ ഇടുന്നത് മല്ലിക ചേച്ചിയാ. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും അത് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിൽ എനിക്ക് നിങ്ങളുടെ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ശരിക്കും ഇതിന്റെ ഒരു കുഞ്ഞൊരു അതങ്ങനെ ഒന്നും ഒരു സിങ്കായി വരാൻ പാടാണ്, മനസ്സിലായില്ലേ? എല്ലാ അത്യാവശ്യം കുസൃതിയോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നത് എനിക്ക് വേണം. മല്ലികാമ്മ ശരിക്കും സെറ്റിൽ വരുമ്പോ തന്നെ എല്ലാരും ഒന്ന് റെഡിയായി ഇരുന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മല്ലിക ചേച്ചി. അല്ല, ഞാൻ എപ്പോഴും രാജുവിൻ്റെ അടുത്ത് പറയും കേട്ടോ, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ. വേറൊന്നുമല്ല, എപ്പോഴും നമുക്കുണ്ടല്ലോ ഒരു കൊച്ചു കുട്ടി എന്ന് പറയുമ്പോൾ അതിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന നമ്മളും കൂടെ ചെറുപ്പമായി പോകുമ്പോഴേ. സത്യം പറഞ്ഞാൽ അതാണ് സത്യം. ഒരു യങ് ആണ് ശരിക്കും, ഒരു യങ് എനർജിയാണ് മല്ലികാമ്മ സെറ്റില് മൊത്തത്തില്. റോഡാടി ഉണ്ടല്ലോ, റോഡാടി കണ്ടോണ്ടിരുന്നപ്പോ ഇവൻ പറയുക നമ്മുടെ രാജു, ആ അമ്മച്ചിക്ക് ഭാവി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എങ്ങനെ ചോദിച്ചടാ, നിന്റെ ഭാവി തന്ന ആളാണ് ആ ചെവരിലിരിക്കുന്നത് സുഖേട്ടന്റെ പോലെ. വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെ ഉള്ളത് യാതൊരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷനും വേണ്ട, പേര് മാത്രം മതി, അങ്ങനെ രണ്ടുപേരാണ്. മല്ലിക സുകുമാരൻ ആൻഡ് അനശ്വര രാജൻ. വെൽക്കം. താങ്ക് യു. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ടുപേരെ ഒന്നിച്ച് കിട്ടിയതിലുള്ള ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട്. അയ്യോ. വ്യസന സമേതം ബന്ധുമിത്രാദികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ജൂൺ 12, ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞ ജൂൺ 16, 1997 ജൂൺ 16 മല്ലികാമ്മേന്റെ ലൈഫിൽ ഒരു വിഷമം ഉണ്ടായ, അല്ലെങ്കിൽ മുൻപും പിൻപും എന്ന് തിരിക്കാവുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. സുകുമാരൻ സാറിന്റെ വേർപാടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനൊക്കാത്തൊരു സമയത്താണ് പോയത്. കാരണം അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ജനാർദ്ദനം വന്നു. ജനാർദ്ദനൻ വന്നപ്പോൾ ചുമ്മാടാ ഇവിടെ ചുമ്മാ എന്നെ വെറുതെ ചുമ്മാ സിഗരറ്റ് വലിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതൊക്കെ തമാശ ഒക്കെ പറഞ്ഞിട്ട് അതൊരു വല്ലാത്തൊരു സംഭവമായിപ്പോയി. കാരണം നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതാണ്. രാജുവുണ്ട്, ഇന്ദ്രനുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് മോളെ എന്താ പറയുക, ജീവിതത്തിൽ പല കാര്യങ്ങളും കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ടൊരു ബലം അങ്ങ് വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും. കാരണം അത് അവർ ഒരു ഡള്ളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര, ഞാനിങ്ങനെ ഡള്ളാകും തോറും കുഞ്ഞുങ്ങൾ ഡള്ളാവുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല മോനെ, മിടുക്കനായിട്ടൊക്കെ പഠിക്കണം, അതാണ് അമ്മയ്ക്ക് അത്യാവശ്യം. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എവിടെ കൊണ്ടിട്ടാലും 4 കാലിൽ നിൽക്കണം എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും കുറേശ്ശെ മാറാൻ തുടങ്ങി. അതോടുകൂടി പിള്ളേരും അങ്ങ് ശരിയായി. എന്നാലും ഈ പറഞ്ഞതിൻ്റെ ചിലപ്പോൾ പറയും അച്ഛൻ പോയതൊരു കഷ്ടമായിപ്പോയില്ലേ അമ്മയെന്ന് പറയാറുണ്ടോ? ഈ ലൂസിഫറൊക്കെ വന്നപ്പോഴേ അവനിങ്ങനെ എഴുതി കാണിച്ചല്ലോ, പിന്നെ നേരത്തേക്ക് കണ്ണൊക്കെ നിറഞ്ഞ്. ഞാനതാ ചോദിക്കാൻ വന്നത്. കാരണം ആ ദിവസത്തിന് മുൻപും ശേഷവും, അല്ലെങ്കിൽ ഒരു വ്യസനത്തിന്റെ മുന്നേയും ശേഷവും മല്ലിക സുകുമാരൻ എന്നുള്ള ഒരു സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ളൊരു മേജർ മാറ്റം എന്തായിരിക്കും? ഒരു മുമ്പേ ബോൾഡായ ആളാന്ന് കേട്ടിട്ടുണ്ട്, കുറച്ചുകൂടെ ഒരു ബോൾഡ്നെസ് കൂടിയോ? അല്ല, എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാജുവൊക്കെ സൈനിക സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ് അവർ മിടുക്കനായിട്ട് പഠിച്ചു. അവിടുത്തെ പ്രിൻസിപ്പലിനും ഒക്കെ വലിയ കാര്യമായിരുന്നു അവനെ. കാരണം അവർ പാടും, അഭിനയിക്കും. രാജു തന്നെ നാടകം എഴുതി അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ എവിടുന്ന് ഒരു ബലം എനിക്ക് വന്നു സത്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ബലം വന്നു എന്ന് കാണുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടൊരു ഒരു ധൈര്യം വരുമല്ലോ നമുക്ക്, അല്ലേ?
അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഈ പറഞ്ഞതിൻ്റെ വിട്ട് വേറൊന്നും കൊണ്ടല്ല. എന്നാലും നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു നഷ്ടമാണത്. കാരണം മക്കൾക്ക് അച്ഛനില്ലാതെ പോയി എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. ആ വ്യസനം വേണ്ട, നമുക്ക് സന്തോഷമുള്ള വ്യസനത്തിലേക്ക് കിടക്കാം. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അതില് അത് തന്നെ ഗ്രൂ വിത്ത് ഗ്രാൻഡ് മേ ഇറങ്ങിയിരുന്ന ട്രെയിലറിന്റെ ഒക്കെ മുമ്പ് അതും ഈ പറഞ്ഞ നിങ്ങളുടെ കോംബോയിലൊരു ഡാൻസ് കാണുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, രസമായിരുന്നു. പ്രാർത്ഥനയുടെയും നക്ഷത്രയുടെയും കൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പേരക്കുട്ടിയുടെ എങ്ങനെയുണ്ടായിരുന്നു? വീട് പിടിക്കുകയല്ലേ. ഞാൻ എപ്പോഴും പറയാം രാജുവിൻ്റെ അടുത്ത് നല്ല ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബബ്ലി ക്യാരക്ടറാണ് മോള്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വലിയ ഉത്സാഹമാണ് സെറ്റിലൊക്കെ അഭിനയിക്കാനേ. കാരണം മോടെ ഈ ചുട്ടുള്ളലും ചാട്ടിലും അതും ഇതൊക്കെ തമാശയൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഓഫ്കോഴ്സ് ഈസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്, ഇല്ല എന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുകയും ചെയ്യും അത് നല്ല മിടുക്കി കുഞ്ഞാണ് മോള്, അവർക്കൊക്കെ ഒരുപാട് ഭാവിയുണ്ട്, കൊച്ചുകുട്ടിയല്ലേ. ആ സോങ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെക്കാളും ഏറ്റവും ഓണായിട്ട് എനർജിയിൽ നിന്നത് മല്ലിക ചേച്ചിയാ. അവിടെ റെഡി ആണോ, ഓക്കെ റെഡി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഓണാ നിന്ന് സ്റ്റെപ്പൊക്കെ ഇടുന്നത് മല്ലിക ചേച്ചിയാ. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാനതാ ചോദിക്കാനും വന്നത്, എങ്ങനെയായിരുന്നു ആ ഒരു എടുക്കുന്നത്? അത് ഭയങ്കര രസമായിരുന്നു അല്ലേ? അത് പിന്നെ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഇതിനകത്തൊരു ഒരു അമ്മൂമ്മയുടെ മരണമാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അമ്മൂമ്മ ഇങ്ങനെ മോനെയും മരുമോളെയൊക്കെ തോണ്ടുന്ന സൈസാണ് കൂടെ കൂടെ. അതിൽ ചോദിക്കുന്നുണ്ട് തൂങ്ങിച്ചാവുന്നു നീ വിഷം അല്ല അപ്പൊ എന്തിനാണ് നിന്റെ പരിപാടി, തൂങ്ങിച്ചാവുന്നോ അതോ വിഷം കഴിക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു വളരെ ഈ എങ്ങനെ ഒരു അമ്മ എന്ന് പറയുന്നത് ആദ്യത്തെ എല്ലാ കാര്യത്തിനും ഈ കൊച്ചുമോളോട് നിൽക്കും. കൊച്ചുമോളെ വലിയ കാര്യമാണ്. കൊച്ചുമോൾ എന്ത് പറഞ്ഞാലും സൈഡ് ചേരും അങ്ങോട്ട്. അപ്പോൾ എന്നിട്ട് മോനും മരുമോളും ഒക്കെ പറയും ഈ അമ്മയാണ് ഇവളെ വഷളാക്കുന്നത്. ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഭയങ്കര ചില്ലായിട്ടുള്ള ഈ പറഞ്ഞ പോലെ കൊച്ചുമക്കളുടെ ഒക്കെ ഭയങ്കര കമ്പനി ആയിരിക്കുന്ന കൊച്ചുമക്കള് റീൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ റീൽസ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരു വൈബ്. അപ്പൊ ഇത് ഹോൾഡെയിന്റെ പാഷൻ ഓഫ് ഡിസ്കോ ആണ്. അത് ഡിസ്കോയോ? അതെ, പാഷൻ ഓഫ് ഡിസ്കോ. പാഷൻ ഫ്രൂട്ടിന്റെ ഒരു മോക്ടെയിൽ, പാഷൻ ഓഫ് ഡിസ്കോ. അപ്പൊ ബാക്കി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ അതിന്റെ ഇടയിൽ സംസാരിക്കാം. രാജുവേട്ടൻ അമ്മ എന്നൊക്കെ ഇട്ടിട്ട് ഇന്നലെ വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ദ്രേട്ടന്റെ കൂടെയും രാജുവേട്ടന്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ അതേ അമ്മയുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. പല ജനറേഷൻസ് വർക്ക്. ഗുരുവായൂരിൽ എനിക്ക് നിങ്ങളുടെ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ശരിക്കും ഇതിന്റെ ഒരു കുഞ്ഞൊരു അതങ്ങനെ ഒന്നും ഒരു സിങ്കായി വരാൻ പാടാണ്, മനസ്സിലായില്ലേ? എല്ലാ അത്യാവശ്യം കുസൃതി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നത് എനിക്ക് വേണം. എന്താ പറഞ്ഞ ആ ഒരു പടം കണ്ടു കഴിഞ്ഞ്, കാരണം കുറെ നാള് രാജുവേട്ടന്റെ ഒരു ഫൺ സൈഡ് നമ്മൾ കാണാതിരിക്കുമ്പോഴാണ് ഇവരുടെ ഒക്കെ കോംബോയിൽ അങ്ങോട്ട് പുള്ളി എന്താ പറയാ വിളയാടി എന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. ഞാൻ എപ്പോഴും പറയില്ലായിരുന്നു രാജു, എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഗുരുവായൂരെന്ന് കേൾക്കുമ്പോഴേ ഒരു ചെറിയ വീക്ക്നെസ് ആണ് എനിക്ക്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോലെ നല്ല പടം കേട്ടോ എന്ന് പറഞ്ഞു ആണ്. അപ്പം അവൻ തന്നെ പറയും ഇതൊക്കെ അമ്മയ്ക്ക് പിടിക്കുമെന്ന്. ഞാനതൊരു 6 വട്ടം കണ്ട പടമാണ്. ഞാനിപ്പോഴും ദീപചേട്ടൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ടെൻഷൻ വന്നാൽ കാണുന്നൊരു പടം എന്നുള്ള രീതിയിൽ അത്രയും എൻജോയ് ചെയ്തിട്ടുള്ള പടമാണ്. ഇപ്പൊ ഹോൾഡെയിന്റെ കുറച്ച് ഫുഡ് ഐറ്റം സ്റ്റാർട്ടേഴ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതാണോ കുറച്ച് വരുന്നത്? ഒന്ന് അയ്യോ സമയം കളയാതെ വേഗം യാക്കിറ്റോറി, ചിക്കൻ യാക്കിറ്റോറി, വെജിറ്റബിൾ ടെമ്പുര, അതാണ് വസാബി ക്രഞ്ച് റോൾ, സുഷി. അത്രയും ഐറ്റംസ് ആണ് വരുന്നത്. ക്രഞ്ച് റോൾ ഞാനിവിടെ കൂടെ ലഞ്ച് കഴിക്കാൻ വരും കേട്ടോ. ആംശ്രീ വലിയ കാര്യം തന്നെ. അപ്പൊ എനിക്ക് കാർഡൊക്കെ തന്ന് ഇതിന്റെ ഹോസ്പിറ്റാലിറ്റി കാർഡൊക്കെ തന്നിട്ടുണ്ട്. എല്ലാരും ഓരോന്ന് കഴിക്കുന്നേ നല്ലതാ. റോളല്ല, നല്ലതാ. ചിക്കൻ അല്ലേ? ചിക്കൻ അല്ലേ? ചിക്കൻ യാക്കിറ്റോറി. എന്താ ശരിക്കും ഒരു ഫേവറേറ്റ് ഫുഡൊക്കെ? എനിക്കങ്ങനെ ഫേവറേറ്റ് ഫുഡ് ഒന്നുമില്ല, ഞാനൊക്കെ കഴിക്കും, എല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. നമ്മുടെ മലബാറുകാർക്ക് കുറച്ച് ടേസ്റ്റ് ബഡ്സിന് ഇത് കൂടുതലാണല്ലോ. മലയാളിക്ക് പിന്നെ എല്ലാം അല്ലേ? എടപ്പാൾ ടു ട്രിവാൻഡ്രം
തന്നെ ഉണ്ടാക്കുമല്ല. ഇപ്പം നമ്മൾ പോയ പ്രോഗ്രാമിന്ന് അവിടുന്ന് എല്ലാരും പറയുന്നു മല്ലികമ്മയുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ശരിയാ, നമ്മുടെ മിഥുനൊക്കെ അവിടെ മുമ്പ്, ഇപ്പോഴാണ് ഞാൻ അധികം ചെയ്യാത്തത്, പക്ഷേ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ചിക്കൻ സ്റ്റൂ, ഇടിയപ്പം, മറ്റത് മറിച്ചത് ഇതെല്ലാം ഉണ്ടാക്കും. രാജുവിന് വലിയ ഇഷ്ടമാണ് ചിക്കൻ സ്റ്റൂ, ഇടിയപ്പവും അത് വലിയ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് എന്താ പറയുക, ചിക്കൻ സ്റ്റൂ മാത്രമല്ലാതെ ചിക്കൻ്റെ കൂടെ അപ്പം ഇഷ്ടമാണ്. ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവനും ഇഷ്ടമാണ്. ഒരു ദിവസം തൻ്റെ ദീപു വലിയ കാര്യത്തിൽ വന്ന്, ആ ദീപു ബാക്കിയുള്ളത് നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ എവിടെ ബാക്കി, അതുവഴി അങ്ങ് പോയി. അയ്യോ അമ്മച്ചി. കോമഡി അത് കൊള്ളാം കേട്ടോ, ഒരു ചമ്മന്തി പോലെ സാധനം. ഇതെന്താ സാധനം? അത് അതെന്തുവാ? ജിഞ്ചർ, ഇഞ്ചിയോ? കൊള്ളാം, നല്ലതായി. എനിക്ക് സത്യം പറഞ്ഞാൽ മുരിങ്ങയിലയുടെ തോരൻ, ഇങ്ങനത്തെ ഈ നാടൻ കറികളൊക്കെ വലിയ ഇഷ്ടമാണ്. നാടനാണോ ഇഷ്ടം, അല്ലെ വേറെ ഏതെങ്കിലും ക്യൂസിനാണോ? പ്രിഫർ നാടൻ. ശരി, ഇഷ്ടം. നല്ല, ഞാൻ സാമ്പാർ നന്നായിട്ട് ഉണ്ടാക്കും. ഏത് സാമ്പാറാ? ഏത് നാട്ടിലാ? ട്രിവാൻഡ്രമോ, ആലപ്പുഴ, എടപ്പാൾ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം സാമ്പാർ എല്ലാം വൃത്തിയായിട്ട് മല്ലിയിലയൊക്കെ ഇട്ട് ഒരു ദിവസം വന്നാൽ ഞാൻ തരാം. ഞാൻ കഴിച്ചിട്ടില്ല ട്രിവാൻഡ്രം സാമ്പാർ. എനിക്ക് മലബാർ സാമ്പാറേ അറിയൂ. ആ, ഈ തേങ്ങ വറുത്തരിക്കുന്ന സാമ്പാർ അതല്ലേ അവിടെ? തേങ്ങ നല്ല ഫുഡ് തരാം. ഇപ്പൊ അനശ്വരയുടെ ഏജിൽ ചെയ്തതൊക്കെയാണ് എനിക്ക് തോന്നുന്നു അവളുടെ രാവുകളിലെ അമ്മവേഷമൊക്കെ അല്ലെ, രാജിയുടെ അമ്മയൊക്കെ ചെയ്തതൊക്കെ ആ സമയത്ത് 22-23 പ്രായത്തിലല്ലേ ചെയ്തത്. അന്നത്തെ എന്താ പറയാ, ഇപ്പൊ അനശ്വരയ്ക്ക് കിട്ടുന്ന റോളുകൾ വേറെ ഈ കാലഘട്ടത്തിൽ കിട്ടുന്നതാണ്. ഇപ്പൊ രേഖയെ പോലെ പഴയതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ പക്ഷെ അന്ന് അമ്മവേഷമൊക്കെ ചെയ്തിരുന്നു, ചിന്തിക്കാൻ പറ്റുമല്ലേ അനശ്വര? പിന്നെ അമ്മവേഷം ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ വിൻസെന്റ് മാസ്റ്റർ പടത്തില് ഇങ്ങനെ കാതൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ ജനാർദ്ദനാണ് എൻ്റെ ഭർത്താവ്. കമലഹാസൻ മറ്റേ MGR-ലതേ ഇവിടെ കുറേ നടക്കുന്ന ഒരു സ്നേഹിക്കുന്ന ഒരാൾ, പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ബ്രദറാണ്. അങ്ങനെ എന്തോരം കഥാപാത്രം മോളെ ചെയ്തിരിക്കുന്നു, ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. ഇവരിപ്പം ഇപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുമൺ കൂടിയാണല്ലോ ഇവരെല്ലാവരും. ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ, ഇപ്പോഴത്തെ ആക്ട്രസിനെ കാണുമ്പോൾ അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പം അന്ന് ഇത് കാണുക എന്ന് പറഞ്ഞാൽ അന്ന് കുറേ കൂടെ ഒരു ഡിസിപ്ലിൻഡ് ആണല്ലോ, മനസ്സിലായോ? ഇപ്പോൾ അങ്ങനല്ല. അല്ല, അത് അങ്ങനെയല്ല. ഇപ്പം മോളെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയാണ്. മറ്റേ ഇവിടെ ഓരോരുത്തർ മറ്റേ ക്യാരവനാണ്, മറ്റേയാണ്, മറിച്ചാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേ ഇത് അത് സർവത്ര കുഴപ്പമാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കാലത്ത് 7:15 ചെല്ലുമ്പോൾ പ്രൊഡ്യൂസറോടെ കസേരയിലിരിക്കും. 1, 2 നമ്മൾ തന്നെത്താനെ സൗണ്ട് ഡബ് ചെയ്യുക. പറയാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയും, ഈ പറഞ്ഞേ ஏமா கொஞ்சம் சத்தம் போட்டு பேசுங்க, கொஞ்சம் ரொம்ப கம்மியா இருக்குது வாய்ஸ் എന്ന്. അതായത് പിന്നെ ഡബിംഗ് സ്റ്റുഡിയോ ഇല്ല തുടക്കത്തില്, ഒന്നുമില്ല. അപ്പൊ അതിൽ എനിക്ക് ചിരി വരുന്നത് എന്താ അറിയോ, നമ്മൾ നസീർ സാറും ഞങ്ങളും ഒക്കെ കരയുമ്പോഴേ ഉറച്ച് കരയണം, എന്നെങ്കിൽ അവിടെ കേൾക്കുള്ളൂ. ആലോചിച്ച് നോക്ക്, നമ്മൾ വിങ്ങി എന്നാലും എൻ്റെ അമ്മേ അയ്യോ എന്നൊക്കെ പറയുന്നിടത്ത് അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞു. സത്യം ഒന്നും പറയാനൊക്കത്തില്ല, കാരണം അങ്ങനെയാണ് അതിൻ്റെ ഇത്. എന്നിട്ട് അവർ പക്ഷേ കുറച്ച് സൗണ്ടിൻ്റെ കുറയ്ക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യായിരിക്കും. പക്ഷേ വിധേന അന്നൊക്കെ അതാണ്. പിന്നെ ഏറ്റവും സംഭവം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പൈസ തരും, കൃത്യമായിട്ട് രാവിലെ 7-7:15 ആകുമ്പോൾ പ്രൊഡ്യൂസർ വരും, എല്ലാം റെഡിയാണ്. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ഇവരെ പോലുള്ളവരൊക്കെ അല്ല, ചെറിയ ചെറിയ ചെറുപ്പക്കാരാമ്പിള്ളേർക്കൊക്കെ ഒരു പിക്നിക്ക് വരുന്നതല്ല സിനിമ എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ കളിച്ചു, ഞാൻ മോനോടൊക്കെ പറയാറുണ്ട്. കാരണം അല്ല, നമ്മുടെ ചോറാണത്. ഇപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ എന്താ രസമായിട്ട് അവർ അഭിനയിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ കാര്യം വെച്ചാൽ എത്രയോ നല്ല. ഇപ്പം
മോള്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടർ കൊടുത്താലും അവർക്ക് ഇങ്ങനെ ടകേന്ന് അവർക്ക് ചെയ്യാനറിയാം. കുറേ കൂടെ പ്രൊഡ്യൂസർമാരും ഒക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു, കാര്യങ്ങളൊക്കെ നോക്കാനൊഴിയോ. വിൻസെൻ്റ് മാഷിൻ്റെയൊക്കെ സെറ്റിൽ മിണ്ടാനൊക്കത്തില്ല, ഒന്നും ഒക്കത്തില്ല. ജനാർദ്ദൻ ചേട്ടനൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത് എന്തെങ്കിലും സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം പറയും എന്തോ ഈ കാണിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ, കൊള്ളാം, നമ്മളെ ഓടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മല്ലികാമ്മേന്റെ ഒരു ഫസ്റ്റ് കണ്ട പടമൊക്കെ ഏതായിരിക്കും? എന്താ ഓർമ്മ? എനിക്കൊക്കെ അമ്മ കിളിക്കൂടുകയാണ്. അതായത് നമ്മള് കുട്ടിയായിരിക്കുമ്പോ പഴയതല്ല കണ്ടിട്ട്. എനിക്കും അതൊക്കെ തന്നെയാണ്. ഇത് തന്നെയാണ് എന്റെ ആദ്യം 2003 ജനിച്ച. അതൊക്കെ ഞാൻ 2000 എനിക്കൊന്ന് 6-7 സമയത്തൊക്കെയാണ് ഞാൻ. പിന്നെ രഞ്ജിത്തിന്റെ വേറൊരു പടം ചെയ്തിട്ടുണ്ട് ഞാൻ, മറ്റേ പ്രിയാമണിയൊക്കെ അഭിനയിച്ചേ, തിരക്കഥ. എനിക്ക് ഓർമ്മയില് ഇന്ദുമുഖി ചന്ദ്രമതി എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ എവിടൊക്കെ പോയെന്നറിയോ? ഞങ്ങള് ബോംബെ പോയി, ഭയങ്കര സ്വീകരണമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഭയങ്കരമായിട്ട് അതിനകത്തൊരു ജോലിക്കാരനും ഞാനും കൂടെ കിടന്ന് പൂത്ത് കളയാ, മരിച്ചുപോയി മോനിച്ചൻ ചേട്ടൻ. അപ്പൊ അങ്ങനെ ഭയങ്കര രസമായിരുന്നത്. അപ്പൊ അങ്ങനെ ആ സീരിയലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ബോംബെക്ക് വിളിക്കുന്നു. പിന്നെ വേറെ എങ്ങാണ്ട് ഇവിടെ പോയല്ലോ, ദുബായോ അങ്ങാണ്ടൊക്കെ പോയി, ഭയങ്കര സ്വീകരണമായിരുന്നു. ഇന്ദുമുഖിയും ചന്ദ്രമതി ബോംബെയിൽ എന്നൊക്കെ പറഞ്ഞ അങ്ങ് ഭയങ്കര സ്വീകരണം. അതിന്റെ ടൈറ്റിൽ സോങ് നല്ല അതാണ്. പിന്നെ നിങ്ങളുടെ ഒരു ഡാൻസും ഉണ്ട് ടൈറ്റിൽ സോങ്ങിൽ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രേഖാ പത്രോസ് ആണെങ്കിലും, രേഖാചിത്രത്തിലെ ഗുരുവായൂരിലെ അഞ്ജലി, അല്ലെങ്കിൽ നേരിലെ സാറ ആണെങ്കിലും, ഇതിലൊക്കെ ഇപ്പൊ ഓസ്ലറിലെ സുജ, ഡിഫറെന്റ് ലുക്കുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ തന്നെ മിററിൽ നോക്കുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പലരും പറയും, ഓൾമോസ്റ്റ് ക്യാരക്ടറായി, ബാക്കി നമ്മുടെ പെർഫോമൻസ്. എങ്ങനെ ഈ ലുക്കും മേക്കപ്പും ഒക്കെ ഉള്ളിൽ ആക്ടറെ കോംപ്ലിമെന്റ് ചെയ്യണേ? ഈ ഒരു റെട്രോ ഒരു ക്യാരക്ടറൊക്കെ വരുന്ന സമയത്താണെങ്കിൽ യെസ്, നമ്മൾ ആ ഒരു സെറ്റപ്പ്, ഒരു വിൻറ്റേജ് ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു രസം അല്ലെങ്കിൽ ഒരു ഫീല് നമുക്ക് വരും. അത് പക്ഷേ അതൊരു ഒരു 5%, ഒരു 10% എന്നൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് അത്ര തോന്നുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഡേ ഷൂട്ടിന് കയറുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കി വരുള്ളൂ. ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് എങ്ങനെയാണ് ഈ ക്യാരക്ടർ, എങ്ങനെയാണ് സിനിമ, എങ്ങനെയാണ് സിനിമയുടെ മൂഡ്, എങ്ങനെയാണ് എന്ത് രീതിയിൽ വേണം ക്യാരക്ടർ, എങ്ങനെയാണെന്നൊക്കെ ക്യാരക്ടറിന്റെ മീറ്റർ എങ്ങനെയാണെന്നൊക്കെ ഒരു 2-3-4 ദിവസം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ 4 ദിവസത്തിന് ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് ഇന്നാവുന്നതും ആ ക്യാരക്ടറിലേക്ക് കയറുന്നതൊക്കെ. ആ 4 ദിവസം നമ്മൾ ഡയറക്ടറോട് സംസാരിക്കുമ്പോൾ ഡയറക്ടർ അതിന് ഏതാണ് ഓക്കെ ആവുന്നത് ഒക്കെ കഴിഞ്ഞിട്ടാണ്. സോ എനിക്കൊരു 10% ഒക്കെ ലുക്കോ, ഒരു 5-10% ഒക്കെ ആ ലുക്ക് ബാധിക്കും, ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ ക്യാരക്ടറിനെ. ബാക്കി നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെയാണ്. മല്ലികാമ്മ സ്റ്റേറ്റ് അവാർഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു 1974 സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസിന് സ്വപ്നാടനത്തിന് കിട്ടി. അതിന് ശേഷം പിന്നെ രാജുവേട്ടന് വാസ്തവം തൊട്ട് 4ാമത്തെ അവാർഡായിരുന്നു ആടുജീവിതത്തിൽ. ആ സമയത്തുള്ള ഒരു കണ്ണു നിറയുന്ന മല്ലികാമ്മനെ എനിക്ക് വാസ്തവം കിട്ടിയതിലും എനിക്ക് ഈ പറഞ്ഞിട്ട് അവൻ്റെ ഒരു അധ്വാനം ഉണ്ടല്ലോ ഈ ആടുജീവിതത്തിൽ. ഇവൻ മിണ്ടിയില്ല എൻ്റെ അടുത്ത്. അയ്യോ, ഇവൻ ഒരു അക്ഷരം മിണ്ടാതെ. ഞാൻ എന്നിട്ട് രഹസ്യമായിട്ട് ബ്ലസ്സിയെ വിളിച്ച് വെച്ച്, ബ്ലസ്സി എന്തോന്ന് ബ്ലസ്സി, അവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ, കൊറോണ ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ബ്ലസ്സി ഒരു കുഴപ്പമില്ല ചേച്ചി, അവിടെ ധൈര്യമായിട്ടിരുന്നാട്ടെ എന്നൊക്കെ. ഇവൻ മിണ്ടത്തില്ല. ഇവനിങ്ങനെ മേലിഞ്ഞ അസ്ഥി പോലെ ആയത് എല്ലാവരോടും ചട്ടം കെട്ടി വയ്ക്കും. അവരിപ്പോൾ പറയരുത്, അമ്മയടുത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും പേടിച്ചു, അയ്യോ എന്ത് വേണോ എന്തോ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് അത് അവൻ തന്നെ ഒന്ന് ശരിയാക്കി, ക്രിക്കറ്റ് കളി അത് ഇതൊക്കെ തുടങ്ങി അവിടെ അങ്ങ് ഒരു ഉഷാറായി ആളങ്ങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാവം ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് ഒക്കെ ചെയ്തല്ലോ അവൻ ഈ പറഞ്ഞിട്ട് വിട്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ചെന്നപ്പോഴും എല്ലാവരും പറഞ്ഞു, ഗവൺമെൻറ് അവാർഡ് വാങ്ങി ചെന്നപ്പോഴും പറഞ്ഞു, സത്യത്തിൽ പറഞ്ഞാൽ ആ മെലിഞ്ഞ് പോകുന്ന ഒരു സംഭവമില്ലേ ഇങ്ങനെ അസ്ഥി പോലെ, സഹിക്കാൻ വയ്യ രാജു എന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാവരും. അനശ്വരയ്ക്ക് എങ്ങനെയായിരുന്നു ഇവരുടെയൊക്കെ കൂടെ ഉള്ള, ഇപ്പൊ മല്ലികാമ്മ വരെ എത്തി നിൽക്കുന്നു, മല്ലികാമ്മേനോടൊക്കെ ഉള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? അനശ്വരയ്ക്കൊന്നും പ്രശ്നമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു സമയമാണ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പം ഉണ്ടായിരുന്നത്. കാരണം മല്ലികാമ്മ ശരിക്കും സെറ്റിൽ വരുമ്പോ തന്നെ എല്ലാവരും ഒന്ന് റെഡിയായിരുന്ന്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സെറ്റിൽ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മല്ലിക ചേച്ചി. അല്ല, ഞാൻ എപ്പോഴും രാജുവിൻ്റെ അടുത്ത് പറയും കേട്ടോ, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്
വേറൊന്നുമല്ല, എപ്പോഴും നമുക്കുണ്ടല്ലോ ഒരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ അതിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന നമ്മളും കൂടെ ചെറുപ്പമായി പോകുമ്പോഴേ. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ സത്യം. ഒരു യങ് ആണ് ശരിക്കും, ഒരു യങ് എനർജിയാണ് മല്ലികാമ്മ സെറ്റില് മൊത്തത്തില്. പണ്ട് പോലായിരുന്നു ഈ പറഞ്ഞ ധ്യാന്, നിവിൻ പോളി, ഇവരുടെ കൂടെ അഭിനയിച്ചിട്ട് ദൈവമേ ചിരിച്ച് 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 ചിരിച്ച്. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. എങ്ങനെയുണ്ടായിരുന്നു നമ്മ ശരിക്കും സെറ്റിലെ ഒരു മൊത്തത്തിൽ? അങ്ങനെയല്ല, വളരെ അറിയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ പിന്നെ വിവിൻ്റെ വലിയ ഫാനാണ്. കാരണം വിവിൻ്റെ പടങ്ങൾ കുറേ ഞാൻ അത് ജയ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു. അപ്പോൾ എനിക്കിങ്ങനെ ഇതെല്ലാം കാണുമ്പം എനിക്ക് നല്ല ക്രാഫ്റ്റ് അറിയാവുന്ന ഒരു കുട്ടിയാണ് വിവിന്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, വിവിൻ ഈസ് ഒരു വളരെ കൂളാണ് ആള്. അല്ലാതെ ഭയങ്കര അയ്യോ അതൊന്നുമില്ല. പുള്ളി അവിടെ നിന്ന് വളരെ കൂളായിട്ട് എല്ലാം പറഞ്ഞു തരും, ചെയ്യും, പോകും. അങ്ങനത്തെ ഒരു ടൈപ്പാണല്ലോ. അപ്പം അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒരിക്കലും ടെൻഷൻ തരത്തില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും പറയാം, എനിക്ക് വിവിൻ്റെ വലിയ ഫാനാണ് കേട്ടോ ഞാനെന്നൊക്കെ പറയാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് വിവിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചത്. പ്രൊഡ്യൂസർ റോളാണെങ്കിലും മറ്റൊരു സംവിധായകനാവുന്നു. സത്യം. അയ്യോ, അങ്ങനെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഇനി വേറൊരു പടമുണ്ട്, പ്രകമ്പനം എന്നും പറഞ്ഞു. എല്ലാവരും ഉണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബ്രോഡാഡി. ബ്രോഡാഡി ഉണ്ടല്ലോ. ബ്രോഡാഡി കണ്ടോണ്ടിരുന്നപ്പോൾ ഇവൻ പറയുക, നമ്മുടെ രാജു, അമ്മച്ചിക്ക് ഭാവി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചോദിച്ചടാ, നിന്റെ ഭാവി തന്ന ആളാണ് ആ ചെവരിലിരിക്കുന്നത് സുഗേട്ടൻ്റെ പടം. അപ്പൊ അത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചിരിക്കുമായിരുന്നു, അയ്യോ ഭാവി ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞു. കൂടുതലും എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഓൾമോസ്റ്റ് ഉള്ളത് അനുസരിക്കാണല്ലോ പടത്തില്. ഇപ്പൊ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പം സിജു, ജോമോൻ, സുബിൻ, ജാസിം പോലെയുള്ള ഒരു ടീം വരുന്നുണ്ട്, അസിസ്ക പോലെ ഒരു ടീം വരുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ഇതിനകത്ത്? ഇതെന്ന് വെച്ചാൽ കുറെ പുതുമുഖങ്ങളുണ്ട്. കുറെ സിനിമയിലേക്ക് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന കുറെ പേരുണ്ട്. പിന്നെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ, കുറെ നല്ല ആക്ടേഴ്സ് ഉണ്ട്. അതെ, പിന്നെ നമ്മുടെ സുബിൻ ദാസൻ, മറ്റേ റീൽസ് ഒക്കെ ചെയ്യുന്ന സുബിൻ ദാസൻ ഉണ്ട്. പിന്നെ നമ്മുടെ ചൂരലില് ജാസിം ഉണ്ട്. പിന്നെ അശ്വതി, എൻ്റെ അമ്മയായിട്ട് ചെയ്യുന്നത് അശ്വതി ചേച്ചിയാണ്. അശ്വതി കുറെ നാളായിട്ട് നാടകമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്ത് അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്ക്രീനിൽ സ്പേസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു നായിക സിനിമ, നായകൻ, അങ്ങനെയുള്ള സിനിമകളല്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഇതിനകത്തില്ല. എല്ലാരും നല്ല തകർത്ത് വെച്ച് പോകുന്ന ഒരു സിനിമയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, എല്ലാവരുടെ സ്റ്റോറി ഉണ്ട്. അതെ അതെ. കുറച്ച് വന്നു പോകുന്ന കഥാപാത്രമാണെങ്കിൽ കൂടി നമ്മുടെ മൈൻഡിൽ അത് നിൽക്കും. ബൈച്ചേട്ടനുണ്ട്, പസിസിക്കുണ്ട്, നോബി ചേട്ടനുണ്ട്, പിന്നെ അങ്ങനെ കുറെ സജി സബാൻ, നമ്മളെ പടത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ്, സജി ചേട്ടനുണ്ട്. അങ്ങനെ കുറെ നല്ല ആക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പൊ പറയാത്ത ഇനിയും കുറെ പേരുണ്ട്, 40-ൽ കൂടുതൽ ആൾക്കാർ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമ അവർക്കൊരു നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും തന്നെയാണ് ഞാൻ ശരിക്കും മനസ്സറിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും. ആൾക്കാർ എന്താ പറയാ, അവരെ എടുക്കും തന്നെയാണ്, എന്നിട്ട് സ്വീകരിക്കും തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരുടെ കൂടെ ഇരുന്ന് അഭിനയിച്ചപ്പോഴും. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ശരിക്കും. മലയാളിക്ക് എങ്ങനെയാ ഈ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പണ്ട് ഓടുന്ന അത്രയും ഇതിലല്ല ഇപ്പൊ ചെയ്യുന്നത്? ഒരുപാട് ഓടിയിട്ടുണ്ട്, എന്നാലും ഇപ്പൊ കുറച്ച് ഗ്യാപ്പിലാണ് ഓടുന്നത്. അല്ല, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ അങ്ങനെ എന്താ അറിയോ, ഒന്നാമത് എനിക്ക് പിന്നെ അന്നാൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു കാലിൻ്റെ ഒരു ചെറിയ ഇത് വന്നായിരുന്നു. അപ്പം ഞാൻ ഒരു ചെറിയൊരു ഇതാണ്. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ രാജുവിനെ നോക്കുന്ന അതേ ഡോക്ടർ തന്നെയാണ് നോക്കിയതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്താൽ മതി, മരുന്നൊന്നും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെ എനിക്കത് വന്നതോടുകൂടി എനിക്ക് കുറച്ചൊരു സ്റ്റെപ്സ് കയറുന്നത്. പക്ഷേ ഇപ്പം അത് ശരിയായി, വലിയ കുഴപ്പമില്ലാതെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പടത്തിനകത്ത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് എന്താ വെച്ചാൽ, എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത്, ഞാനത് പറഞ്ഞാൽ എൻ്റെ രസം പോവും, അത് കണ്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ വിട്ട് ഈ അമ്മച്ചിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടെങ്കിലേ അത് അറിയത്തുള്ളൂ. നാളെ രാവിലേക്ക് വെയിറ്റ് ചെയ്യണം. പടത്തിന്റെ മെയിൻ ഒരു ആള് അല്ലെങ്കിൽ ഒരു മെയിൻ സോൾ എന്ന് പറയുന്നത്
മലയാമ്മയുടെ അതല്ല, ശരിക്കും കഥാപാത്രമാണ് ശരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് ഈ മനോരമ നായിക, പടത്തിലെ നായിക. അതെ അതെ എന്റെ പൊന്നു ദൈവമേ, മനോരമയിലൊക്കെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു, എൻ്റെ ചേച്ചി നിങ്ങൾ എന്തോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് മോനെ അല്ല അതല്ല ചേച്ചി എന്താ ഇത് 70-ാമത്തെ, എനിക്ക് 19 വയസ്സായി ചേച്ചി. ഞാൻ പറഞ്ഞു അല്ല നമുക്കൊരു മൂച്ചങ്ങ് വരുമല്ലോ, ഒരു ഉത്സാഹം. അങ്ങനെ ഒരു പടം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടങ്ങളൊക്കെ ആയിരുന്നു. മറ്റേ നിവിൻ്റെ അയ്യോ എന്നാ ചെല്ലേ അയ്യോ എൻ്റെ പെൺമകൾ പോയി കിടന്ന് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞൊരു സംഭവം. അതെ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കുറച്ചൊരു തമാശയും കുറച്ചൊരു സീരിയസും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഫ്രെയിം ടു ഫ്രെയിം ഞാൻ എൻജോയ് ചെയ്തൊരു പടമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് സന്തോഷം മോളെ, ഇങ്ങനെ ഒരു പടത്തിനെ കുറിച്ച് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഞങ്ങൾക്ക് തന്നെ മനസ്സിലൊരു തൃപ്തിയുള്ള സിനിമയാണത്, യാതൊരു സംശയമില്ല. അപ്പം എൻ്റെ പ്രാർത്ഥന ദൈവമേ എല്ലാവരും കണ്ടിങ്ങനെ കുടഞ്ഞ് ചിരിച്ചുകൊണ്ട് പോണേ. അങ്ങനെ തന്നെയാവട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു.